നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 24-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 8-ാം തീയതി രവിവാരം ഞായറാഴ്ച. നാളെ ഞായറാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:40, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ്, കറുത്തപക്ഷത്തിലെ പഞ്ചമിയാണ്. കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ നാളത്തെ തിഥി അനുകൂലമാണ്. നാളത്തെ നക്ഷത്രവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, നാളെ ചോതി നക്ഷത്രമാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ പിറന്നാളാണ് നാളെ. ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ നാളെയിലൂടെ അവർക്ക് നേരുന്നു. നാളെ ഞായറാഴ്ച ചോതി നക്ഷത്രം കുംഭമാസത്തിലെ ചോതിയാണ്. പല സർപ്പസങ്കേതങ്ങളിലും വഴിപാടുകൾ ഉണ്ടാകാം. അതിനാൽ കുംഭമാസത്തിലെ ചോതി നാളിൽ നാഗങ്ങൾക്ക് പ്രീതി നമ്മുടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ ചെയ്യും. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് അപ്രകാരം ധർമ്മദൈവ സങ്കേതങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി നാഗപൂജ ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. ചോതി വളരെ വിശേഷപ്പെട്ട നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ ചോതി വളരെ ഗുണമാണ്. ഇവിടെ കറുത്തപക്ഷത്തിലെ ചോതിയാണെങ്കിലും കറുത്തപക്ഷം 5-ാം തീയതിയിലുള്ള ചോതിയാണ്, നല്ല ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നാളെ സർപ്പക്ഷേത്ര ദർശനമാണ് ഏറ്റവും നന്നാവും. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പൂജ ചെയ്യുക, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നതും നാളത്തെ ദിനം വളരെ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ബാംഗ്ലൂരിലും മദ്രാസിലുമുള്ളവർക്കൊക്കെ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. ഈ മന്ത്രത്തോടുകൂടി, ഈ മന്ത്രധ്വനികളോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ സർപ്പപ്രീതി മക്കൾക്ക് വളരെ ശ്രേയസ്സാണ്. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നല്ല സന്താന ശ്രേയസ്സിന് വേണ്ടി സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നാളത്തെ മുഹൂർത്തവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ ഞായറാഴ്ച 11:45 മുതൽ 12:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.